നമ്മളീ പോണത് വടക്കഞ്ചേരിക്കാണ് കേട്ടോ. നാളെ ഉണ്ണിക്ക് ക്രിസ്മസ് സെലിബ്രേഷനാണ് അവളുടെ അംഗൻവാടിയിൽ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാനുള്ള കേക്കും പിന്നെ അതുപോലെ ഇവൾക്ക് കുറച്ച് സാധനങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ. സ്വാഭാവികമായിട്ട് എപ്പോഴും പോണ പോലെ റിലയൻസിലേക്കാണ് പോയത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഓഫർ നടക്കണ കാര്യം, കേക്കിനും പുഡിങ്ങിനൊക്കെ ഓഫർ ഉണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ ഷോപ്പിലൊന്നും കയറിയില്ല, നേരെ അങ്ങോട്ട് തന്നെയാണ് പോയത്. അതിൻ്റെ ഇടയിൽ ഉണ്ണി ഫ്രണ്ടിൽ നിൽക്കുന്ന കേക്ക് എടുത്തിട്ട് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കണ്ട് വിഷ്ണുവായിട്ട് അത് വാങ്ങാൻ വേണ്ടി നിൽക്കണം കേട്ടത് കണ്ടത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കുറച്ച് പേരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ഞാനതൊന്നും മൈൻഡ് ആക്കിയില്ല, ഞാൻ ഉള്ളിലേക്ക് പോയി. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ കേക്കിൻ്റെ അവിടേക്കൊക്കെ പോയി. പ്ലം കേക്ക് ഞാൻ വാങ്ങിയില്ല കേട്ടോ, നമ്മൾ പുഡിങ്ങാണ് എടുത്തത്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പിന്നെ വീട്ടിലേക്ക് വല്ല സാധനങ്ങൾ മേടിക്കണമെന്ന് വെച്ചിട്ട് ഇങ്ങനെ കറങ്ങി നടക്കണ്ട. മിക്കവാറും ഞാൻ നമ്മുടെ വീട്ടിനടുത്തുള്ള പലചരക്ക് കടയിൽ നിന്നോ ഇല്ലെങ്കിൽ എല്ലാ മാസവും നമ്മൾ സപ്ലൈകോയിൽ പോയിട്ടാട്ടോ വീട്ടിലേക്കുള്ള സാധനങ്ങൾ എടുക്കുക. അതല്ലേ കുറച്ചുകൂടി നല്ലത്. പിന്നെ അങ്ങനെ ബൈ വൺ ഗെറ്റ് വൺ ആയതുകൊണ്ട് നമുക്ക് രണ്ടെണ്ണം കിട്ടി. അങ്ങനെ ബില്ല് ചെയ്യാൻ പോകുമായിരുന്നു കേട്ടോ. ബില്ലിങ്ങിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പം ഞാൻ വിഷ്ണുവേട്ടനെ ആ ജോലി ഏൽപ്പിച്ചിട്ട് പിന്നെ ഞാനും ഉണ്ണിയും കൂടി അവിടെയുള്ള സാധനങ്ങളൊക്കെ കറങ്ങി നടന്ന് കാണലായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെ ഒരുപാട് ക്രിസ്മസ് ഐറ്റംസ് ഒരുപാട് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്ക് നല്ല പാകമായിരുന്നു വലിച്ചിടാനൊക്കെ. പിന്നെ നമ്മൾ അതൊക്കെ എടുത്ത് നോക്കി കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചിട്ട് എല്ലാത്തിനും ഓഫറായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ഓരോന്നും എടുത്ത് നോക്കുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ പിന്നെയാണ് വന്നപ്പോഴാണ് ആലോചിച്ച് പിള്ളേർക്കൊന്നും കഴിക്കാനോ നമ്മൾ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. വേഗം വരണമെന്ന് ചോദിച്ചിട്ട് ഒന്നും വാങ്ങാണ്ടാട്ടോ വന്നത്. അപ്പം അങ്ങനെ പിന്നെ മാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു. എല്ലാവരും ഇഡ്ഡലി മതി എന്ന് പറഞ്ഞു കേട്ടോ. നിങ്ങൾ വിചാരിക്കണം ഇവിടെ എപ്പോഴും ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സ്, ഇവിടെ എല്ലാവർക്കും ഇഡ്ഡലിയാണ് ഇഷ്ടം. ദോശ എനിക്ക് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇഡ്ഡലിയൊക്കെ വെച്ചു. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് പിന്നെ വിഷ്ണുവേട്ടനെ ചിക്കൻ വാങ്ങാൻ വിട്ടാക്കിയിട്ടാണ്. പക്ഷേ നമ്മുടെ ഭാഗ്യവശാൽ ചിക്കൻ കട ക്ലോസ് ചെയ്തു ഫ്രണ്ട്സ്. അതിൻ്റെ വിഷമത്തിൽ ഇരിക്കുമ്പോൾ വിഷ്ണുവേട്ടൻ മുട്ട കൊണ്ടുവന്നിട്ട് നമുക്കിന്ന് മുട്ടക്കറി ആക്കാമെന്ന് വെച്ചിട്ട് പിന്നെ മുട്ടക്കറി ആട്ടെ ചോറിനുണ്ടാക്കിയത്. ഇഡ്ഡലിക്ക് പിന്നെ രാവിലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു, അത് കൂട്ടി കഴിച്ചു.